ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദുസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഡേ ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ച്, എന്നെ എന്നല്ല ഞങ്ങളിവിടെ എല്ലാവരെയും സംബന്ധിച്ചും ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഡേ ആണ്. കാരണം ഞങ്ങളിന്ന് പോകുന്നത് അപ്പുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ കാണാനാണ് കേട്ടോ. അപ്പുവിൻ്റെ ലൈഫിൽ ആദ്യത്തെ ഡാൻസ് പെർഫോമൻസ് ആണ് കേട്ടോ. ഹസ്ബൻഡ് നേരത്തെ പോയി, അപ്പം പ്രോഗ്രാം തുടങ്ങുന്ന അനുസരിച്ച് ഞങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയപ്പോൾ ഇറങ്ങി. ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് മമ്മിയും ഡാഡിയും ചേച്ചിയൊക്കെ വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരേ ടൈമിലാണ് കേട്ടോ സ്കൂളിലെത്തിയത്. അമ്മയ്ക്ക് എന്തെങ്കിലും ഓർമ്മകൾ വരുന്നുണ്ടോ? അമ്മ പണ്ട് നമ്മളെ സ്കൂളിൽ പോണത് പരിപാടി അതിങ്ങനെ ഇന്ന് പിള്ളേരോട് പറഞ്ഞ് ഞാൻ ബാങ്കിൽ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിങ്ങനെ നിങ്ങളെ കൊണ്ട് നിങ്ങളെ പരിപാടിക്ക് ഞാൻ ഉച്ചയ്ക്ക് ലീവ് എടുത്താണ് പറഞ്ഞത്. ഒന്ന് ഒരു വലുതായിട്ട് ഒരുക്കേണ്ടി വരില്ല അവര്. പക്ഷെ വന്ന അമ്മയ്ക്ക് നമ്മളെ വന്ന് കണ്ട് തീരെ കുഞ്ഞായിരുന്ന സമയത്താണെങ്കിൽ വടയൊക്കെ കെട്ടാനും തല കെട്ടാനൊക്കെ നമ്മൾ വരണമായിരുന്നു. പിന്നെ വേണ്ട, പണ്ട് വിദ്യയും ഞാനും കൂടെ ഫോട്ടോ. പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വരണ മനുഷ്യണ്ടല്ലോ, ഫോട്ടോഗ്രാഫറെ വിളിക്കുമല്ലോ സ്കൂളുകാര്, അയാളെ വിളിച്ചു നിർത്തി അല്ലാതെ എടുപ്പിക്കും. അന്നൊക്കെ അങ്ങനെയല്ലേ പറ്റൂ. പിള്ളേരെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല. ഭയങ്കര ഒരു നമ്മളെ പെർഫോം ചെയ്തിരുന്ന ഒരു സ്റ്റേജില് അതേ ഇതില് നമ്മളെ മക്കളെ പെർഫോം ചെയ്യാൻ തരുമ്പോ ശ്രീകുട്ടി എക്സൈറ്റഡ് അല്ലേ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് അപ്പുന്റെ ഇതുവരെ ഒന്നും നമ്മള് ലൈവായിട്ട് കണ്ടിട്ടില്ല. അപ്പുന്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ഒന്ന് UKG പഠിക്കുമ്പോഴാണ്. അത് അപ്പു ചെയ്തത് എന്താണെന്നറിയാമോ? ഫാഷൻ ഷോ ആണ്. അപ്പു ഒരു മുസ്ലിം ബ്രൈഡ് റൂം ആയിട്ട് ചെയ്തത്. അത് മാത്രമേ അവന്റെ സ്റ്റേജ് പെർഫോമൻസ് ആയിട്ടുള്ളൂ. അവന്റെ ഫസ്റ്റ് ഡാൻസ് പെർഫോമൻസ് ആണ് ഇരുന്നത്. അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അവ ഇങ്ങനെ കളിക്കോ? നമ്മളൊന്നും ലൈവായിട്ട് കണ്ടിട്ടില്ല. നമ്മള് കളിക്കാൻ പോകുമ്പോഴേ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാ നമ്മളിങ്ങനെ തെറ്റിക്കോ? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഉണ്ട്, ഇന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും നമ്മെ കളിച്ച് കാണിക്കൂലേ? ആദ്യം മുതലേ പഠിക്കും. ഫുള്ള് അമ്മയ്ക്ക് അറിയായിരിക്കുമല്ലോ. പക്ഷെ അപ്പൂട്ടെ നമുക്ക് സർപ്രൈസ് ആണ്. അപ്പൂട്ടെ അങ്ങനെ കളിച്ച് കാണിച്ചു തന്നിട്ടില്ല. ഏകദേശം 2 ഡാൻസ് വല്ല വിധേനെ ഇങ്ങനെ അവൻ കളിച്ച് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര ടെൻഷനും ഉണ്ട്. അപ്പൊ കാരണം അവൻ തെറ്റിക്കൂലേ നമുക്ക് അറിഞ്ഞും കൂടാ. കാരണം നമുക്ക് ഡാൻസിനെ പറ്റി വലിയൊരു ഇതില്ല. തെറ്റിച്ചാലും അതൊരു ടെൻഷനാണ്. തെറ്റിക്കാതൊക്കെ കളിക്കാൻ പറ്റിട്ട് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും കൾച്ചർ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ആവാറായിട്ടോ. കുട്ടികൾ ആങ്കർ ചെയ്യുന്ന കാണുമ്പം ഞങ്ങൾക്ക് ശ്രീയാണ് ഓർമ്മ വരുന്നത്. ശ്രീ പണ്ട് ആങ്കറിങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. ആൻറ്റിയുടെ മടിയിലായി കേട്ടോ പൊന്നു. ഞാൻ 4th വരെയും ശ്രീ 10th വരെയും പഠിച്ച സ്കൂളാണ് കേട്ടോ. ഞാൻ പഠിക്കുമ്പോൾ 4th വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ സമയത്ത് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പിന്നെയും മോൻ്റെ ഡാൻസ് കാണാൻ ചെന്നിറങ്ങുമ്പോൾ അനൗൺസ് ചെയ്ത് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് ആ മെമ്മറീസ് ഒക്കെ വന്നിട്ട് എനിക്കിങ്ങനെ ഭയങ്കര സങ്കടമൊക്കെ വന്നു കേട്ടോ. എൻ്റെ കൂടെ പഠിച്ച അശ്വതി ഉണ്ടായിരുന്നു കേട്ടോ. അശ്വതിയുടെ മോളും ഒക്കെ ആ സ്കൂളിലാണ് പഠിക്കുന്നത്. മോളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ദിയയുടെ. അപ്പോൾ അതൊക്കെ കണ്ടു. ഇത് ടീച്ചേഴ്സും കുട്ടികളും കൂടെയുള്ള ഡാൻസാണ് കേട്ടോ. ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള ഡാൻസൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഒരുപാട് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങളുടെ സമയത്തിനെക്കാട്ടിലൊക്കെ. അമ്മയ്ക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. പഴയ ഫ്രണ്ട്സിനെ ഓർമ്മ വന്നു. അശ്വതി ഞാൻ കണ്ടു. പിന്നെ വിദ്യ, ശ്രീജ, അക്ഷയ, അഞ്ജു, അഞ്ജന, ഞങ്ങൾ ഡാൻസിന് ഉണ്ടായിരുന്നവരാണ്. അപ്പൂൻ്റെ 13ാമത്തെ ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പൂൻ്റെ ഡാൻസ് ആയപ്പം അപ്പൂൻ്റെ സ്റ്റേജിൽ കയറി നിൽക്കുന്ന മുതൽ എനിക്ക് ആകെ ആ സ്കൂളിൽ എത്തിയപ്പോൾ മുതലേ ആകെ ഓരോരോ മെമ്മറീസ് കൊണ്ടും അല്ലാതെയൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങൽ, എന്തോ സന്തോഷമാണോ സങ്കടമാണോ എന്ന് എനിക്കറിയില്ല. സ്റ്റേജിൽ കയറുമ്പോൾ മാത്രമല്ല അവൻ ടൂർ പോയാലൊക്കെ ഇതാണ്. അവനെന്നല്ല അമ്മയായാലും എൻ്റെ ഹസ്ബൻഡായാലും ശ്രീകുട്ടിയായാലും ആര് ടൂർ പോയാലൊക്കെ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ അപ്പൂൻ്റെ ഡാൻസ് തുടങ്ങി. അപ്പൂട്ടി ഇത്രയും നന്നായിട്ട് കളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. കാരണം അവൻ ഭയങ്കര ഷൈ ആയിട്ടാണ് ഇവിടെ കളിച്ച് കാണിക്കുന്നത്. അപ്പോൾ എനിക്കതൊക്കെയായിരുന്നു ടെൻഷൻ. വീട്ടിലിങ്ങനെ ഷൈ ആയി നിന്ന് കളിക്കുമ്പോഴേ അപ്പം ഞങ്ങളുടെ കാണാണ്. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി എനിക്കങ്ങ് സങ്കടം വരും, എനിക്ക് കച്ചിൽ വരും. ഇത് പറയുമ്പോൾ പോലും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും. മക്കളുടെ സ്റ്റേജ് പെർഫോമൻസ് കാണുമ്പം മക്കൾ ഇത്രയും വലുതായാലും എന്നൊക്കെ ചിന്തിക്കും. നമ്മൾ ഇമോഷണലായി പോവും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. പിന്നെ ഞാൻ മ്യൂസിക് സൗണ്ട് ഓൺ ആക്കാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതാണ്. മോഹൻലാൽ ഹിറ്റ്സ് ആയിരുന്നു കേട്ടോ. നീ എന്നില, ഓച്ചിട്ടിക്കുളങ്ങര, പൂവേ പൂവേ, പിന്നെ കവിളിണായി. പിന്നെ ഹസ്ബൻഡ് അച്ഛനും അമ്മയൊക്കെ വന്നെന്ന് പറഞ്ഞില്ല. അവർ ബാലരാമപുരത്തു നിന്നാണ് ഇങ്ങനെ വന്നത്. കാരണം അപ്പോഴും അത്രയും വരുമോ എന്നിങ്ങനെ ഭയങ്കര ആഗ്രഹമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. പണ്ട് മമ്മിയുടെ പപ്പയമ്മയും അപ്പച്ചനും അമ്മമ്മയും ഇതാണ് കേട്ടോ. അവരിങ്ങനെ അന്ന് കാറൊന്നും ഇല്ലാതെ നിന്ന സമയത്തും പിള്ളേരെ ഡാൻസ് കാണാൻ പേയാടെന്ന് അങ്ങ് ചെല്ലുമായിരുന്നു. ഇത് എൻ്റെ അപ്പൂപ്പനാണ് കേട്ടോ. അപ്പൂപ്പനെ ഇതുപോലെ ഞങ്ങൾ ബസ്സിലേക്ക് കയറി ഞങ്ങൾ ഡാൻസ് കാണാനൊക്കെ വരുമായിരുന്നു. അപ്പൂപ്പനും ഒന്നും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല കേട്ടോ. അപ്പച്ചൻ പോയിട്ട് 2 വർഷമാകുന്നു. അപ്പൂപ്പൻ പോയിട്ട് 7 വർഷമായി. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പം ഭയങ്കര നമുക്ക് സ്വീറ്റ് മെമ്മറീസാണ്. പിള്ളേരുടെ പ്രോഗ്രാം കാണുമ്പോൾ നമ്മുടെ പഴയ കാലത്തേക്ക് പോകും. ഭയങ്കര ഇമോഷണലാവും നമ്മൾ. അവൻ്റെ ഡാൻസിന് തൊട്ട് മുന്നേ തൊട്ട് അന്നക്കുട്ടി ഭയങ്കരമായിട്ട് പിണങ്ങി തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ അവൻ്റെ ഡാൻസ് അനൗൺസ് ചെയ്യുന്നതും ഭയങ്കര പിണക്കായി. പിന്നെ ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി സ്ക്രീനിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഞാൻ സ്ക്രീൻ കാണിക്കാറില്ല. പിന്നെ
ചേട്ടൻ്റെ ഡാൻസ് പൊന്നു കാണണം എന്നുള്ള ചേട്ടൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പുചേട്ടൻ്റെ ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് മാമിയും കൂടെ കൊണ്ടുവരും. നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആരാ എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എല്ലാം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും ഒരുപോലെ ഇരിക്കുമല്ലോ. ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. നമുക്ക് നമ്മൾ കണ്ടുപിടിച്ചെടുക്കാൻ നമുക്ക് ആകെ ഒരു വെപ്രാളമായിരുന്നു. ശ്രീക്കായാലും ഇതാണോ അതാണോ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. ഇതേ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അപ്പൂട്ടിന് ഒരുപാട് തവണ ഞങ്ങളോട് എല്ലാവരും റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പച്ചനും അപ്പൂട്ടിനും ഭയങ്കര കൂട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ഡെസ്റ്റിനേഷൻ കാണുന്നതിൻ്റെ സന്തോഷമാണിത്. പിന്നെ ഇവരെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അപ്പൂൻ്റെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേനും പോകാൻ ഇറങ്ങി. പിന്നെ അപ്പൂൻ്റെ ഫ്രണ്ട് നന്ദൻ്റെ അമ്മയെ കണ്ടു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൂൻ്റെ നോട്ട് എപ്പോഴും വാങ്ങിക്കുന്നത് ഞാൻ നന്ദൻ്റെ അമ്മയുടെ നിന്നാണ്. പിന്നെ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ അമ്മയുടെ നിന്നും നോട്ടുകൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നന്ദൻ്റെ അമ്മയെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വാട്സപ്പ് ഡി പി ഒക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസിനെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ബൈ.